السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള മാധ്യമമാക്കിയിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. അമലുകളെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ്. ഈമാനിനെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം അള്ളാഹുവിനെ നിരന്തരം അടിമ ഓർക്കണം എന്നും അള്ളാഹുവിന്റെ സ്മരണ അവനിൽ നിന്നും ഇല്ലാതാവരുത് എന്നതുകൊണ്ടും ഇസ്ലാം കർമ്മങ്ങളെ പഠിപ്പിച്ചു. അതിൽ നിർബന്ധപരമായ കർമ്മങ്ങളുണ്ട്, ഐച്ഛികമായ കർമ്മങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർമ്മങ്ങൾ നിർബന്ധമാക്കി. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ 5 കർമ്മങ്ങളെ ഇസ്ലാമിന്റെ സ്തൂപങ്ങളാക്കി അള്ളാഹു പഠിപ്പിച്ചു. ഒരുപാട് കർമ്മങ്ങളിൽ 5 കർമ്മങ്ങളെ ഇസ്ലാം അതിന്റെ തൂണുകളാക്കി പഠിപ്പിച്ചു. അതാണ് ഇസ്ലാമിന്റെ തൂണുകൾ, ഇസ്ലാമിന്റെ പില്ലർ. അതാണ്, അതുമലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. 5 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് നമുക്കറിയാം, ഷഹാദത്തൈൻ, 2 ഷഹാദത്താണ്. ഒന്നാമതായിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് അള്ളാഹു പഠിപ്പിച്ചത് 2 ഷഹാദയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് ഇനി വരാനിരിക്കുന്ന 4 കർമ്മങ്ങളുടെയും അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് ഷഹാദത്ത് പഠിപ്പിച്ചത്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത് ഷഹാദത്ത് പഠിപ്പിച്ചത്. ആ ഷഹാദത്തിന്റെ നിലനിൽപ്പാണ് ബാക്കിയുള്ള കർമ്മങ്ങളുടെയും നിലനിൽപ്പ്. ആ ഷഹാദത്ത് നിലനിന്നിട്ടില്ല എങ്കിൽ ബാക്കി കർമ്മങ്ങളെല്ലാം വിഫലമാണ്. ഷഹാദത്തില്ലാതെ ബാക്കി കർമ്മങ്ങളെല്ലാം വിഫലമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം അത് 2 ഷഹാദത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു ലാ ഇലാഹാണെന്ന് അംഗീകരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുക. ഈ അംഗീകാരം ഉണ്ടെങ്കിലേ വരാനിരിക്കുന്ന 4 കർമ്മവും ആ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഷഹാദത്ത് ആരെങ്കിലും ക്ലിയർ ആക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ഒരാൾ തയ്യാറായിട്ടില്ല എങ്കിൽ, അവൻ ചെയ്യാനിരിക്കുന്ന ഇസ്ലാമിന്റെ സ്തൂപങ്ങളായ ബാക്കി 4 കർമ്മങ്ങളും വിഫലമാണ്. കാരണം ഒരു കർമ്മം സ്വീകരിക്കാൻ അള്ളാഹു വെച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇഖ്ലാസാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തത് ഇത്തിബാഉ റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക. അപ്പം ഒരു കർമ്മം സ്വീകരിക്കാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക,
അതേപോലെ തന്നെ ആ കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ പഠിപ്പിച്ചുവോ അതുപോലെ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഷഹാദത്തിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർക്ക് അതിനുശേഷമുള്ള ബാക്കി 4 കർമ്മവും അതിന്റെ പരിപൂർണമായ അവസ്ഥയിൽ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കാര്യമായിട്ട് നമസ്കാരത്തെ വെച്ചു. മൂന്നാമതായിട്ട് നോമ്പിനെ വെച്ചു. ഓർഡർ പ്രകാരം മൂന്നാമത്തെ നോമ്പിനെ വെച്ചു. നാലാമത്തെ സകാത്തിനെ വെച്ചു. അഞ്ചാമത്തത് ഹജ്ജിനെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു തർത്തീബൊക്കെ വെറുതെ അങ്ങ് ഒരു ഹദീസ് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർഡർ പറഞ്ഞതല്ല, അല്ലെ? ദീൻ വളരെ സൂക്ഷ്മമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാമത് ഷഹാദത്ത്, രണ്ടാമത്തത് നിസ്കാരം, മൂന്നാമത്തത് നോമ്പ്, നാലാമത്തത് സക്കാത്ത്, അഞ്ചാമത്തത് ഹജ്ജ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഹജ്ജിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ. പലർക്കും ഒരു ധാരണയുണ്ട്, ഹജ്ജ് നമുക്കൊന്നും ഉള്ളതല്ല, അത് പൈസയുള്ള, അതും പൈസക്കാരനായ ആൾക്ക്. ഇസ്ലാം പറഞ്ഞത് മനിസ്തതാഅ ഇലൈഹി സബീല, അതിലേക്ക് കഴിയുന്നവർ, അതിലേക്ക് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും വഴിയൊരുങ്ങുന്നവർ, അങ്ങനെ പറഞ്ഞത്. അങ്ങോട്ട് വഴിയൊരുങ്ങുന്നവർക്ക് നിർബന്ധമാണ്. ഓരോരുത്തരും ആലോചിക്കണം ആർക്കൊക്കെ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാത്തത്, ഹജ്ജൊക്കെ നിർബന്ധമാവണമെങ്കിൽ ചുരുങ്ങിയത് നമുക്ക് 1 കോടി ആസ്തി ഉണ്ടാവണം, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സെറ്റപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ ശമ്പളം ഉണ്ടാവണം, എന്നാലേ എനിക്ക് ഹജ്ജുള്ളൂ എന്ന് നമ്മളായിട്ടുണ്ടാക്കിയ ഒരു ധാരണയാണ്. അതേ സ്ഥാനത്ത് ഇസ്ലാം ഒരിക്കലും അളവ് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെങ്കിലേ നിങ്ങൾ കൊണ്ടുള്ളൂ എന്നല്ല. നിങ്ങൾക്ക് അവിടെ എത്താനുള്ള വഴിയൊരുങ്ങുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. 4 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ, 5 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്, ഹജ്ജ് ഫർളാണ്. അതേ സ്ഥാനത്ത് 50 ലക്ഷത്തിന്റെ വീട് വെക്കുന്ന ആള്, ഒരു വീട്ടിലെ കല്യാണത്തിന് 10 ലക്ഷം പൊടിക്കുന്ന ആള്, വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് 4-5 ലക്ഷം പൊടിക്കുന്ന ആള്, ഫാമിലി ടൂർ എന്നും പറഞ്ഞിട്ട് 3-4 ലക്ഷം പൊടിക്കുന്ന ആള്, ഇവരൊക്കെ പറയും ഹജ്ജ് പൈസക്കാർക്കുള്ളതല്ലേ. ഇവരൊക്കെ പറയും, അവർ ചിന്തിക്കുന്നേ ഇല്ല ഹജ്ജ് ഫർളാണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ ഹജ്ജ് ഫർളാണ്. ആർക്ക്? അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആളുകൾക്ക്. 10 ലക്ഷം ചെലവാക്കി വീട്ടിൽ കല്യാണം നടത്തിയാക്ക് 4 ലക്ഷം 5 ലക്ഷം ചെലവാക്കിയിട്ട് ഹജ്ജിന് വരാൻ തടസ്സമുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ 10-ൽ 7 പേർക്ക് അല്ലെങ്കിൽ 8 പേർക്കും ഹജ്ജ് ഫർളാണ്. പക്ഷെ അവർ ചിന്തിക്കുന്നത് ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ ഇത്ര വലിയ അളവിൽ എത്തണം എന്ന് അവരായിട്ടുണ്ടാക്കി. ഇസ്ലാം പറഞ്ഞത് അവിടെ എത്താനുള്ള വകുപ്പുണ്ടായാൽ മതി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ഫർളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിലാണ് സഹാബാക്കൾക്ക് ഹജ്ജിനെ പഠിപ്പിച്ചത്. ഹജ്ജ് നിർബന്ധമാകുന്നത് അതിലേക്ക് എത്താൻ കഴിവുള്ള ആളുകൾ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഫദ്ല് പറഞ്ഞു, ശ്രേഷ്ഠത പറഞ്ഞു. എന്താണ് ഹജ്ജിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അല്ലെ? ഏതൊരു കാര്യം പഠിപ്പിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിന്റെ ബെനിഫിറ്റ് പഠിപ്പിക്കും. നിങ്ങൾ മുസ്ലിം ആയാൽ കിട്ടുന്നത് എന്ത്, നിങ്ങൾ നിസ്കരിച്ചാൽ കിട്ടുന്നത് എന്ത്, നിങ്ങൾ നോമ്പ് നോറ്റാൽ കിട്ടുന്നത് എന്ത്, നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ കിട്ടുന്നത് എന്ത്, തുടങ്ങി ഓരോ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തെന്ന് പഠിപ്പിച്ചു. ഹജ്ജിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഒരു ഹജ്ജ്, അതിന്റെ എല്ലാ വശങ്ങളെയും ശ്രദ്ധിച്ച്
പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന രൂപത്തിൽ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അവൻ എന്താണ് ആ ഹജ്ജിന് പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുക എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അവന് സ്വർഗമല്ലാതെ വേറൊന്നും അതിന് പ്രതിഫലമായിട്ടില്ല. അപ്പൊ സ്വർഗം മാത്രം പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. സ്വർഗം മാത്രം പ്രതിഫലമുള്ള ഒരു കർമ്മം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജിൽ നിങ്ങൾ മോശമായ സംസാരങ്ങൾ സംസാരിക്കരുത്, പരസ്പരം തെറിവാക്കുകൾ പറയരുത്, നിങ്ങളുടെ വികാരത്തെ ശമിപ്പിക്കുന്ന ദാമ്പത്യപരമായ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്തവന് ലഭിക്കുക റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് അവൻ എങ്ങനെയായിരുന്നോ അതുപോലെയായിരിക്കും അവൻ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള നാട്ടിലേക്ക് മടങ്ങുക. പ്രസവിച്ച കുഞ്ഞ് ഏത് രൂപത്തിൽ പാപക്കറകളിൽ നിന്ന് മുക്തനാണോ, ഏത് രൂപത്തിൽ എല്ലാ തിന്മയിൽ നിന്നും എല്ലാ നിലക്കും പരിശുദ്ധനാണോ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ പോലെയായിരിക്കും ഈ രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെയാവാൻ നമുക്ക് എത്ര പൈസ ചെലവാക്കേണ്ടി വരും? എത്ര പൈസ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും? നമ്മളെ എത്ര സർജറി നടത്തിയാലും നമ്മളെ ഹൃദയത്തെ നമുക്ക് ശുദ്ധാക്കാൻ പറ്റുമോ? ഹൃദയം ശുദ്ധമാക്കണം. പാവക്കറകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധമാക്കാൻ നമുക്ക് പൈസ ചെലവാക്കാൻ പറ്റുമോ? പൈസ ചെലവാക്കിയാൽ ഹൃദയം ശുദ്ധാവോ? ഇല്ല. ഈ രൂപത്തിൽ അള്ളാഹു നമുക്ക് വെച്ചിരിക്കുന്ന ഓഫർ അത് ഹജ്ജിന് മാത്രമാണ്. ഹജ്ജിന് മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ കർമ്മങ്ങളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി, നിങ്ങളുടെ നാട്ടിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഹജ്ജ് അങ്ങനെ പോരാ. ഹജ്ജ് നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരണം, ഞാൻ പറയുന്നിടത്തേക്ക് നിങ്ങൾ വരണം. നിസ്കാരം അത് നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലാണുള്ളത്, പുറത്തുനിന്ന് പള്ളിയിലേക്ക് പോകാൻ സൗകര്യമില്ലേ? മതി. നിങ്ങൾ കാട്ടിലാണുള്ളത്, മതി. നിങ്ങൾ മരുഭൂമിയിലാണുള്ളത്, മതി. നിങ്ങൾ റോഡ് സൈഡിലാണുള്ളത്, മതി. അവിടെ നിസ്കരിച്ചാൽ മതി. നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിന്റെ സൂര്യാസ്തമയും ഉദയവും ഫജ്റും നോക്കിയിട്ട് നോമ്പ് വെച്ചാൽ മതി. എവിടെ സക്കാത്ത് എവിടെയാണോ നിങ്ങൾ ഉള്ളത് അത് നിങ്ങൾ ഈ അളവെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്കാത്ത് അതിന് സ്ഥലമൊന്നുമില്ല, എവിടെ കൊടുത്താലും മതി, ഈ പറഞ്ഞ ആളുകൾക്ക് കൊടുത്താൽ മതി. പക്ഷെ ഹജ്ജ് അത് നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നേ പറ്റൂ. എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണം. എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് ഞാൻ നിശ്ചയിച്ച ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഇരുന്ന് അത് നിങ്ങൾ കണ്ട് അവിടെ നിന്ന് നിങ്ങൾ എന്നെ ഓർക്കണം. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന പ്രവാചകൻ ജീവിച്ച നാടിനെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണണം. ആ മണ്ണിലൂടെ നിങ്ങൾ നടക്കണം. ആ ഇസ്ലാമിന്റെ അടയാളങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് എന്തുള്ളത്? സ്വർഗമുള്ളത്. എന്നാലാണ് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ജനിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധമാകുന്നത്. അള്ളാഹു നിർബന്ധപൂർവം നമ്മൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയാണ്. വന്നേ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിമാരെയും ഉംറക്കാരെയും പരിചയപ്പെടുത്തിയത് അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ സംഘം എന്നാണ്, അള്ളാഹുവിന്റെ തീർത്ഥാടക സംഘം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിമാരെയും ഉംറക്കാരെയും പരിചയപ്പെടുത്തി. ചില്ലറക്കാരല്ല, അവർ യാത്ര ചെയ്ത് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഇവർ വന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കാൻ. വേറെ ലക്ഷ്യങ്ങളൊന്നും അതിന്റെ പിന്നിലില്ല, വേറെ താല്പര്യങ്ങളൊന്നും അതിന്റെ പിന്നിലില്ല. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രതിഫലമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുള്ളൂ, വേറൊന്നുമില്ല. വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ്. ചിന്തിക്കുന്നവർക്ക്, അതിനെക്കുറിച്ച് ഗഹനമായി ആലോചിക്കുന്നവർക്ക്, ഹൃദയം ആ രൂപത്തിൽ സ്വർഗത്തെ കൊതിക്കുന്നവർക്ക്, അങ്ങനെ സ്വർഗത്തെ കൊതിക്കുന്നവർക്കേ ഉള്ളൂ. എല്ലാ കാര്യവും അങ്ങനെയാ. ദുനിയാവിന്റെ കാര്യവും കൊതിക്കുന്നവർക്കാണ് അവിടെ എത്താൻ പറ്റുന്നത്, നേടാൻ പറ്റുന്നത്. അല്ലാതെ വെറുതെ ചിന്തിക്കുന്നവർക്ക് അല്ലേ, വലിയൊരു ബിസിനസ് തുടങ്ങണം, വലിയ പൈസക്കാരനാവണം എന്നൊക്കെ വെറുതെ പറയുന്നവൻ അവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാലോ
അതിനോടുള്ള ഒരു കൊതിയോടും ആർത്തിയോടും കൂടിയും പണിയെടുക്കുന്നവൻ അവിടെ എത്തിയിട്ടുണ്ട്. ദുനിയാവിന്റെ എല്ലാ കാര്യം എങ്ങനെയാ? നല്ല മാർക്ക് വാങ്ങണം, ജയിക്കണം, ഫുൾ A+ വാങ്ങണം എന്ന് വെറുതെ ബടായി പറയുന്നതോ ഇല്ല. വല്ലാത്ത കൊതിയോടും താല്പര്യത്തോടും ശ്രമിക്കുന്നവൻ അവിടെ എത്തും. അപ്പൊ സ്വർഗത്തോട് അമിതമായ കൊതി വേണം, അമിതമായ താല്പര്യം വേണം. ഈ ദുനിയാവിന്റെ സർവ്വരസങ്ങൾക്കപ്പുറം അള്ളാഹു മനോഹരമാക്കി വെച്ച മരിക്കാത്ത നശിക്കാത്ത രസങ്ങളുടെ ഒരു ലോകമാണ് സ്വർഗം. ആ സ്വർഗം നിങ്ങൾക്കൊരു ഹജ്ജ് കൊണ്ട് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അതിനുവേണ്ടി പൈസ മുടക്കാൻ പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? അതിനുവേണ്ടി നമ്മളുടെ സമയം ചെലവാക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾ ഹജ്ജ് കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നും കണ്ടുപഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് ചെയ്തത് നബിയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുവരെ പരിപൂർണമായ മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ പരിശീലിപ്പിക്കുകയായിരുന്നു. കാരണം ഈ ഒരു കർമ്മം വെറുതെ അങ്ങ് പോയിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതല്ല. വെറുതെ അങ്ങ് പോയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയാൽ കിട്ടുന്നതല്ല. അതിന്റെ ആത്മാവറിഞ്ഞ് എന്താണ് അള്ളാഹു ഈ ഹജ്ജിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെ മനസ്സിലാക്കി കറകളഞ്ഞ തൗഹീദോടുകൂടി മക്കയിലെത്തുമ്പോഴേ ഒരാൾക്ക് ഹജ്ജ് പരിപൂർണമായിട്ട് ലഭിക്കുള്ളൂ. ഹജ്ജ് പരിപൂർണമായിട്ട് ലഭിക്കുള്ളൂ. ഓരോ ദിവസവും ഹജ്ജിന്റെ നീയത്ത് മുതൽ അങ്ങോട്ട് അള്ളാഹു അടിമകളെ കൊണ്ട് നിർബന്ധപരമായി പറയിപ്പിക്കാണ്. അള്ളാഹു പറയിപ്പിക്കാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അള്ളാഹു പറയിപ്പിക്കാണ്, അള്ളാഹുവെ ഞാൻ എത്തിയിട്ടുണ്ട് നിന്റെ മുമ്പിൽ, ഞാൻ ഹാജരായിട്ടുണ്ട്, നിനക്ക് യാതൊരു പങ്കുകാരനും ഇല്ല. നാട്ടിൽ ശിർക്ക് ചെയ്തോനും നിർബന്ധമായിട്ട് പറഞ്ഞേ പറ്റൂ. ഔലിയാക്കളെ വിളിച്ചോനും അമ്പിയാക്കളെ വിളിച്ചോനും ജാറത്തിൽ പോയിട്ട് പ്രയാസങ്ങൾ പറഞ്ഞോനും ഹജ്ജിലേക്ക് കയറിക്കഴിഞ്ഞാൽ, നിയത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്റെ നാവ് തൽബിയത്തിലാണ്. തൽബിയത്തിൽ അവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലാ ശരീക ലക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും അതിന്റെ അടിസ്ഥാന ലക്ഷ്യം തൗഹീദാണ്. ഈ തൗഹീദിനെ അള്ളാഹു അടിമയോട് നിരന്തരം പറയിപ്പിച്ച് ഈ തൗഹീദിന് വേണ്ടി ജീവിച്ച ഒരു പ്രവാചകന്റെ ചിഹ്നങ്ങളെ, ഒരു പ്രവാചകന്റെ ജീവിതത്തെ നേരിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത് ആ പ്രവാചകന്റെ ജീവിതത്തെ യഥാർത്ഥമായ രൂപത്തിൽ അയവിറക്കുമാറ് ആ നാട്ടിലേക്കും ആ മുറ്റത്തേക്കും നമ്മളെ കൊണ്ടെത്തിച്ച് എന്നിട്ട് അള്ളാഹു പറയിപ്പിക്കാണ്, ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരനില്ല അള്ളാഹുവേ. ഇബ്രാഹിം നബിനെ ഓർക്കാതെ ഹജ്ജുണ്ടോ? ഇല്ല. അവൻ ജാറത്തിൽ പോകുന്ന, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിക്കുന്ന, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടും, അള്ളാഹു അല്ലാത്ത ആളുകൾ എന്റെ പ്രയാസങ്ങൾ മാറ്റും എന്ന് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ചിന്തിക്കുകയും അതനുസരിച്ച് ജാറങ്ങളിൽ പോയിട്ട് അള്ളാഹു അല്ലാത്തവരോട് തേടുകയും ചെയ്യുന്ന ആൾ ഉംറക്കും ഹജ്ജിനും നിയത്ത് വെച്ച് മക്കയിലേക്ക് കയറലോടുകൂടി അള്ളാഹു അല്ലാതെ അവന്റെ മുമ്പിൽ വേറൊന്നുമില്ല. അവർക്ക് പറയാൻ വേറെന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവേ, നീ അല്ലാതെ വേറെ ആരുമില്ല അള്ളാഹുവേ, നിനക്ക് പങ്കുകാരനില്ല അള്ളാഹുവേ, നിന്റെ മുമ്പിൽ ഇതാ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ജാറും ഇല്ല, അവിടെ ഒരു ഷെയ്ഖും ഇല്ല, ഒന്നുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കർമ്മങ്ങളെയും ആ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെയും അള്ളാഹു നിലനിർത്തി ഹജ്ജിലൂടെ. എന്തുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുമായിട്ട് ഹജ്ജിന് ബന്ധമില്ല? ആലോചിക്കുന്നു. ഈ രൂപത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ജീവിതത്തെ ബന്ധപ്പെടുത്തി തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ പ്രവാചക കുടുംബത്തിന്റെ ഓർമ്മകൾ, അതിന്റെ സ്മരണകൾ ഓരോ മുസ്ലിമും ഖിയാമത്ത് നാൾ വരെ ഓർക്കണം. അത് നാട്ടിൽ നിന്ന് ഓർത്താ പോരാ, അവൻ മക്കയിൽ വന്ന് ആ ഇബ്രാഹിമിന്റെ നാട്ടിൽ വന്നത് കാണണം, എന്നിട്ട് ഓർക്കണം എന്ന് തീരുമാനിച്ച അള്ളാഹ് എന്തുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറ് അത് കഅബയുടെ മുറ്റത്താക്കിയില്ല? അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സന്ദർശനം ഉണ്ടാക്കിയില്ല? ഹജ്ജിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ
അല്ലെങ്കിൽ ഉംറയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ പോലും ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടതല്ല. വരുന്നവർക്ക് മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാം. മദീനയിൽ വന്നവർക്ക് അതിനുവേണ്ടി വരത്തല്ല. മസ്ജിദുൻ നബവി ലക്ഷ്യമാക്കി, മസ്ജിദുൻ നബവിയിലുള്ള നമസ്കാരം ലക്ഷ്യമാക്കി വന്നവൻ, മദീനയിൽ എത്തിയവൻ, അവനെന്ത് സുന്നത്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അല്ലാതെ നബിയുടെ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ടൂർ ഉണ്ടോ? മദീനത്തേക്ക് ഒരു യാത്രയുണ്ടോ? ഇല്ല. മദീനത്തേക്ക് യാത്ര എന്തിനാ? മസ്ജിദ് നബവിയിൽ പോകണം. അവിടെ പോയിട്ട് എന്താ? നിസ്കരിക്കണം. പിന്നെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി സലാം പറയണം. ആലോചിച്ച് നോക്കണം. ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കുട്ടിയാഘോഷിക്കപ്പെടുന്ന ഖബറുകൾ, ജാറങ്ങൾ ഇസ്ലാമിൽ തെല്ലും ബന്ധമില്ല എന്ന് നമ്മളെ 100 ആവർത്തി പഠിപ്പിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. ഹജ്ജിന്റെ സഫാ മർവയിലേക്കുള്ള ഓട്ടമുണ്ട്. മലയിലേക്ക്, ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക്, കഅബക്ക് പ്രദക്ഷിണം ചെയ്യൽ, തവാഫ് ചെയ്യൽ, മഖാം ഇബ്രാഹീമിന്റെ മുമ്പിൽ നിന്നുള്ള നിസ്കാരം, മിനയിൽ കടന്നുറങ്ങൽ, അറഫയിൽ ഒരുമിച്ചുകൂട്, മുസ്ദലിഫയിൽ കടന്നുറങ്ങൽ, ഇതൊക്കെ ഓരോ സ്ഥലങ്ങളുമായി അള്ളാഹു ബന്ധപ്പെടുത്തി കിടക്കാണ്. എന്നിട്ടും ഖബറുമായൊരു ബന്ധവും ഈ കർമ്മത്തിൽ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ഖബർ അവിടെ വെക്കുക, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ ജാറത്തിന്റെ ആളുകൾ പറയുന്ന രൂപത്തിലാണ് എങ്കിൽ ഹജ്ജിന്റെ പരിപൂർണത അതൊരു ജാറവുമായി ബന്ധപ്പെടണ്ടേ? ഒരു ഖബറുമായിട്ട്, അതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ മക്കത്തുണ്ട് എങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇബ്രാഹിം നബിയുടെ ഖബറിൽ പോയിട്ട് സലാമും പറഞ്ഞിട്ട് തിരിയുക, അതാണ് ഹജ്ജ് എന്ന് വരണ്ടേ? ഇല്ല. ഖബറുമായിട്ട് ഇസ്ലാമിന്റെ ബന്ധം അത് അവിടെ പോയിട്ട് സലാം പറഞ്ഞു മടങ്ങുക എന്നതിനപ്പുറം ഒരു ബന്ധവും ഖബറുമായിട്ട് ഇസ്ലാമിനില്ല. ഇല്ല. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ തൗഹീദ് പരിശീലിപ്പിക്കുകയാണ് ഹജ്ജിലൂടെ. അപ്പൊ തൗഹീദ് ഇല്ലാത്തവൻ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവൻ, അല്ലെങ്കിൽ മക്കയിൽ പോയിട്ടും അള്ളാഹുവിനെ മാത്രം വിളിക്കാനും അവനെ മാത്രം ഓർക്കാനും അള്ളാഹു നിശ്ചയിച്ച ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, അവിടെ പോയിട്ട് അള്ളാഹു അല്ലാത്തവരെ ഓർക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ മിനയിലും അറഫയിലും മുസ്ദലിഫയിലൊക്കെ ഇരുന്ന് മൗലൂദ് ചൊല്ലുന്നവരുണ്ട്. മാലപ്പാട്ടുകൾ വട്ടം കൂടിയിരുന്ന് പാടിക്കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് അള്ളാഹ് തൽബിയത്ത് മുറിയാതെ ചൊല്ലാൻ പറഞ്ഞ അള്ളാഹു എന്താ പറഞ്ഞ? നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരെ ഓർക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനോട് ഓർക്കണം. ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ ശബ്ദമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞല്ല. അള്ളാഹിന്റെ സ്മരണകളാണ്. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ഓർത്ത് അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമാണ് ഹജ്ജിന്റെ കർമ്മം. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഉംറ നമ്മളെ പഠിപ്പിക്കുന്നത് സമർപ്പണ ബോധമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരിലൂടെയും നമുക്ക് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന ഒരു മാനസികാവസ്ഥയാണ് സമർപ്പണ ബോധം. ഒരു മുസ്ലിമിന് നിർബന്ധമായും അവനിൽ ഉണ്ടാവേണ്ടതാണ് അൽ ഉബൂദിയ്യ, അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക സർവ്വതും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, അസ്ലിം, ഇബ്രാഹിമേ നീ കീഴൊതുങ്ങ് ഇബ്രാഹിം. അങ്ങനെയാണ്, നീ കീഴൊതുങ്ങ് ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. ഇനി നീ എന്ത് പറഞ്ഞോ ഞാൻ അങ്ങോട്ട്. അല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ചെയ്തത് മുഴുവനും ഇതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ നിലക്കും കീഴൊതുങ്ങിയ ഒരു പ്രവാചകനെ ഓർക്കുകയാണ് ഹജ്ജ്. ആ ഒരു കീഴ്വണക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഹജ്ജിന്റെ പരിശീലനം അതാണ്. കിടക്കാൻ പറഞ്ഞെടുത്ത് കിടക്കുക, ഉറങ്ങാൻ പറഞ്ഞെടുത്ത് ഉറങ്ങുക, തവാഫ് ചെയ്യാൻ പറഞ്ഞാൽ തവാഫ് ചെയ്യുക, ഓടാൻ പറഞ്ഞെടുത്ത് ഓടുക, ആ ഓടുന്നതിന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞെടുത്ത് നടക്കുക. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നമുക്കെല്ലാം നിസ്കാരം അറിയാം. പക്ഷേ നിങ്ങൾ മിനയിൽ പോയാൽ നിസ്കരിക്കേണ്ടത് ഖസ്റാക്കിയിട്ടാണ്. എനിക്ക് നല്ലൊക്കെ നിസ്കരിക്കുക. നമ്മളിവിടെ ഇല്ലേ, ഹജ്ജിന് വന്നിട്ട് ഇപ്പൊ 1 മാസമായി. ദുൽഖഅദ ആദ്യമേ വന്ന ആളാണ് നമ്മളിവിടെ തന്നെ നാട്ടുകാരെ പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മിനയിൽ എത്തിയാലും നമുക്ക് എന്ത് ചെയ്യാം? 4 റക്അത്ത് തന്നെ പൂർത്തിയായിട്ട് നിസ്കരിക്കുക. ഇല്ല, മിനയിൽ ളുഹ്ർ ഖസ്റാക്കി 2 റക്അത്താണ്, അസ്ർ ഖസ്റാക്കി 2 റക്അത്താണ്, ഇശ ഖസ്റാക്കി 2 റക്അത്താണ്. അത്രേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണെങ്കിൽ കീഴൊതുക്കം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു നിലക്കും നിങ്ങളുടെ താല്പര്യത്തെ പരിഗണിക്കാതെ അള്ളാഹുവിന്റെ താല്പര്യത്തെ മാത്രം പരിഗണിക്കാൻ ശീലിക്കുകയാണ് അടിമ. ശീലിക്കുകയാണ് അടിമ. ആ ശീലം ജീവിതത്തിൽ മൊത്തം കൊണ്ടു നടക്കാൻ.
അള്ളാഹുവിന്റെ ഹദീസ്, അള്ളാഹു റസൂലിന്റെ ഹദീസ് കേൾക്കുമ്പോൾ, ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ എനിക്ക് എന്റേതായ താല്പര്യങ്ങളില്ല, എന്റെ താല്പര്യത്തിന് ഒരു പരിഗണനയും എനിക്കില്ല, എന്റെ പരിഗണന മുഴുവനും അള്ളാഹുവെ നിന്റെ താല്പര്യത്തിനാണ് എന്ന് മനസ്സ് ശീലിക്കുകയാണ് ഹജ്ജിലൂടെ, ഉംറയിലൂടെ. രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ, അതേ പറ്റുള്ളൂ. അറഫയിലെത്തി ളുഹറും അസ്റും ജംഉം ഖസ്റുമായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ പറയാണ് ഞാൻ ജംഉ അഫ്ളലാണ്, ജംഉ അഫ്ളലാണ്. ഒരാൾക്ക് അസ്റിന്റെ സമയത്ത് അസ്ർ, ളുഹറിന്റെ സമയത്ത് ളുഹർ നിസ്കരിക്കണം ഏറ്റവും അഫ്ളൽ. എന്നാൽ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ളുഹറും അസ്റും ഖസ്റാക്കിയിട്ട് നിസ്കരിക്കണം, ജംആക്കിയിട്ട് നിസ്കരിക്കണം. അസ്റും ജംആക്കിയിട്ട് ഒരുമിച്ച് നിസ്കരിക്കണം. ഒരാൾ പറയില്ല ഞാൻ അതിന്റെ അസ്റിന്റെ സമയത്ത് അസ്റും ളുഹറും പറ്റൂല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത് അറഫയിൽ നിങ്ങൾ ജംഉം ഖസ്റുമാക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. മുസ്ദലിഫയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിലത്ത് കിടക്കണം, വേറൊന്നുമില്ല, അവിടെ കിടന്നുറങ്ങണം. മാത്രമല്ല ഹജ്ജിൽ നമ്മൾ വെറുതെ കർമ്മങ്ങൾക്കപ്പുറം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിന് അല്ലാഹു ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ഈ രൂപത്തിൽ ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഹജ്ജിൽ 2 സുന്നത്ത് നിസ്കാരമേ ഉള്ളൂ, 2 സുന്നത്ത് നിസ്കാരമേ ഉള്ളൂ. ഒന്ന് ഫജ്റിന്റെ സുന്നത്താണ്, ഫജ്റിന് മുമ്പുള്ള സുന്നത്ത്. മറ്റൊന്ന് തവാഫിന് ശേഷമുള്ള സുന്നത്ത്. വേറെ സുന്നത്തൊന്നുമില്ല. ളുഹറിന് മുമ്പ് അസ്റിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തൊന്നും അവിടെ ഇല്ല. മിനയിൽ നമ്മൾ ളുഹർ നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു, ഏതായാലും കുറെ സമയം ഉണ്ടല്ലോ, കുറച്ച് സുന്നത്ത് നിസ്കരിച്ചേക്കാം, ഇല്ല, അവിടെ നിസ്കാരമില്ല. നമ്മൾ ആലോചിക്കണം, അവിടെ നമ്മളെ കൊണ്ട് പറയുന്നത് ചെയ്താൽ മതി എന്നത് ശീലിപ്പിക്കാം, പറയുന്നത് ചെയ്താൽ മതി എന്നത് ശീലിപ്പിക്കാൻ. അവിടെ പിന്നെ നിസ്കാരമൊന്നുമില്ല. മുസ്ദലിഫയിൽ പോയി രാത്രി ഉറങ്ങലാണ്. മിനയിൽ മബീത്താണ്, അവിടെ പാർക്കലാണ്. ഒരാൾ നാട്ടിൽ നിന്ന് ഞാൻ തഹജ്ജുദ് 2 മണിക്ക് നിസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് മുസ്ദലിഫയിൽ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കില്ല. മുസ്ദലിഫയിൽ നിസ്കാരമില്ല. ദിക്റുകളും ദുആകളും ചെയ്യുക, കിടന്നുറങ്ങുക. മിനയിലും ദിക്റുകളും ദുആകളും ചെയ്യുക, കിടന്നുറങ്ങുക. അറഫയിലും ആ രൂപത്തിലേ ഉള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങൾ എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അത് മാത്രം ചെയ്യാൻ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കുക. ആ രൂപത്തിൽ ഒരു സമർപ്പണ മനോഭാവം ഉണ്ടാക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു അറക്കാൻ പറഞ്ഞു. ആ മിനയിലെ താഴ്വരകൾ, മിനാ കുന്നുകൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് അതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശിച്ചു കൊടുത്ത മോനെ അറുക്കാൻ അള്ളാന്റെ കൽപ്പന. ആ മിന കാണുമ്പോൾ നമുക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഓർമ്മ വരണം. അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടിയിട്ട് പോയി. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവിടെ വേറെ ന്യായങ്ങളില്ല, അവിടെ വേറെ ചിന്തിക്കലില്ല. എന്റെ മോനല്ലേ, എങ്ങനെയാ അറുക്കുക, അതിന് വേറെ എന്തെങ്കിലും പ്രതിവിധി ഒന്നുമില്ല. അള്ളാഹുവിന്റെ കൽപ്പന, മകനെ അറുക്കണം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിനാ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നതിന്റെ ഇടയിൽ ഷെയ്ത്താൻ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിമെ, മോനാരെങ്കിലും അറുക്കോ, ഇത് വല്ലാത്തൊരു പണിയായി പോയി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ത്താൻ ഇബ്ലീസിനെ അവിടുന്ന് ഓടിച്ചു. അതാണ് നമ്മൾ ജംറയിൽ എറിയുന്നത്. ജംറയിൽ ഏറ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി ഷെയ്ത്താനോട് നടത്തിയ ജിഹാദിനെ ഓർമ്മിക്കലാണ്. ഷെയ്ത്താനോട് നമ്മളും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഓരോ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഷെയ്ത്താൻ നമ്മുടെ മുമ്പിലേക്ക് പല രൂപത്തിലേക്ക് കടന്നു വരും. ആ ഷെയ്ത്താനെ ഓടിക്കാൻ നമ്മൾ പഠിക്കണം. അള്ളാഹു അത് പഠിപ്പിക്കാൻ അവിടുന്ന്. ഇബ്രാഹിമിന്റെ മുമ്പിലേക്കും ഇതുപോലെ ഷെയ്ത്താൻ വന്നിട്ടുണ്ടായിരുന്നു. ഇസ്മായിലിനെ അറുക്കാൻ എന്റെ കൽപ്പനകൾക്ക് മുന്നിൽ ഇബ്രാഹിമിനെ പിന്തിരിപ്പിക്കാൻ ഷെയ്ത്താൻ വന്നു. പക്ഷെ ഇബ്രാഹിം അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അതും അള്ളാഹു ഓർമ്മിപ്പിക്കാണ്. ജംറയിൽ അള്ളാഹു എറിയാൻ പറഞ്ഞു. ഇബ്രാഹിം എന്നെറിഞ്ഞതുപോലെ 3 തവണയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ അറുക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഷെയ്ത്താൻ ശ്രമിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ത്താനോട് ഓടിച്ചു. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ പോകുന്നത്. അവസാനം അള്ളാഹു പറഞ്ഞു, ഖദ് സദ്ദഖത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിമേ, നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചു. ഇബ്രാഹിം, നീ അറുക്കണ്ട. ഇസ്മായിൽ നബിനെ അറുക്കലല്ല ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് തവാഫിങ് വെറുതെ കറങ്ങലല്ല ലക്ഷ്യം. സഅയ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലല്ല ലക്ഷ്യം. അള്ളാഹു പറഞ്ഞു അത് ചെയ്യാൻ അള്ളാഹുവെ ഈ അടിമ തയ്യാറാണ്.
ആ മനസ്സിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹു ലക്ഷ്യമാക്കുന്നത്. മുസ്ദലിഫയിൽ നല്ല നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് നടന്ന ആള്, നിങ്ങൾ ഈ 2 വസ്ത്രത്തിൽ മുസ്ദലിഫയിലെ ആ മണ്ണിൽ അല്ലെങ്കിൽ ആ നിശ്ചയിച്ച ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കടന്നുറങ്ങണം. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ നാട്ടിലുണ്ടായ പോലെ പത്രാസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് വീട്ടിലുണ്ടായ പോലെ മെറ്റകളോ ഒന്നും നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ ഉണ്ടാവൂല. അള്ളാഹുവേ ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മോൻ അറുക്കാൻ പറഞ്ഞപ്പോ അല്ലാ നീ പറഞ്ഞാൽ എന്റെ മോൻ അറുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞതിന്റെ പ്രതീകമായിട്ട് അല്ലാ നീ പറഞ്ഞാൽ നിലത്ത് കിടക്കാൻ ഞാൻ റെഡിയാണ്, നീ പറഞ്ഞാൽ എന്റെ വിലപിടിപ്പുള്ള വസ്ത്രം എഴിച്ചു മാറ്റി നീ പറഞ്ഞതുപോലെയുള്ള 2 തുണി ധരിച്ചുകൊണ്ട് നിന്റെ മുന്നിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. ഈ ദിവസങ്ങളിൽ വേറെ എവിടെയും പോകാൻ പാടില്ല. ഹോട്ടലുകളിൽ AC റൂമുകളുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ റാഹത്തുള്ള അവസ്ഥകളുണ്ട്. ഇല്ല, നീ എന്നോട് മിനയിൽ ഇരിക്കാനാ പറഞ്ഞത്, അറഫയിൽ ഇരിക്കാനാ പറഞ്ഞത്, മുസ്ദലിഫിൽ ഇരിക്കാനാ പറഞ്ഞത്, ഞാനിവിടെ ഇരുന്നോളാം. ഈ രൂപത്തിൽ അള്ളാഹു ഒരു അടിമയെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്വണക്കമുള്ള ഒരു അടിമയാക്കി അള്ളാഹു മാറ്റാണ് ഹജ്ജിലൂടെ. അപ്പൊ ഹജ്ജിന്റെ ഈ രൂപത്തിലുള്ള ആത്മാവ് അറിഞ്ഞവനെ നമ്മൾ നേരത്തെ പറഞ്ഞ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹു യാത്രയുടെ പാതയും ഒരുക്കാൻ പറഞ്ഞു. അവിടെ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ യാത്രക്ക് പോവാണ്, യാത്രക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ നിങ്ങൾ പാലിക്കണം, അതേപോലെ തന്നെ യാത്രക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നിങ്ങൾ കെട്ടണം. ദൂരത്ത് നിങ്ങൾ വരുന്നവർ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഏറ്റവും വലിയ സാദ് പാതയം, നിങ്ങൾ കയ്യിൽ നഷ്ടപ്പെടാതെ നിങ്ങൾ കരുതേണ്ട ഒരു സാധനം അത് തഖ്വയാ. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കണം, അതിൽ അലസത ഉണ്ടാവരുത്. പെണ്ണും ആണ് ഒരുമിച്ചാണ്. അള്ളാഹുവിന്റെ തീരുമാനം ആലോചിച്ച് നോക്കിയേ. ആണിനോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞു, പെണ്ണിനോട് പൂർണ്ണമായിട്ടും ഹിജാബ് ഇടാൻ പറഞ്ഞു. എല്ലാ ഒരു നിലക്കും പെണ്ണുമാണ് ഇടകലരുന്ന ഒരു അവസ്ഥയും ഇസ്ലാം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഹജ്ജിലേക്കും ഉംറയിലേക്കും നിങ്ങൾ ഒരുമിച്ചിറങ്ങണം. അള്ളാഹു നോക്കുന്നു എൻ്റെ മുന്നിൽ വന്ന ഓരോ അടിമയും എന്താണ് അവന്റെ ചിന്തകൾ, എന്താണ് അവന്റെ കണ്ണിന്റെ നോട്ടങ്ങൾ, അവന്റെ കേൾവി എന്താണ്, എത്രത്തോളം അവൻ എൻ്റെ മുന്നിൽ കീഴൊതുങ്ങിയിട്ടുണ്ട്, എത്രത്തോളം സൂക്ഷ്മത എൻ്റെ മുന്നിൽ നിന്നും അവൻ ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു നിരീക്ഷിക്കുകയാണ്. അപ്പൊ തഖ്വയോടുകൂടി യഥാർത്ഥ തൗഹീദോടുകൂടി ഉംറക്കും ഹജ്ജിനും പോകുന്നവർക്ക് ഇത് ഉപകരിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ അതിന്റെ കർമ്മങ്ങളാണ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ. അത് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ആഴ്ചകളിൽ ഹജ്ജിന് മുമ്പായിട്ട് നമുക്ക് ആ കർമ്മങ്ങൾ വിശദീകരിക്കണം. എന്താണ് ഹജ്ജിൽ ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.